കോഴിക്കോട് ബീച്ചിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു ഗ്രീൻ പീസ് എഗ് മസാല ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോവാം. വാ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കുക്കർ അടുപ്പത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്ന് 2 വിസിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. സവാളയൊക്കെ ഒന്ന് വാടി വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. എന്നിട്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനിത് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാളയും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അനിയന് കഴിക്കാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് എഗ് മസാലയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.